ഈ ചെറുപ്പക്കാരൻ വന്നപ്പോ ഈ പെണ്ണ് പറഞ്ഞു, വിഷയത്തിലേക്ക് വരട്ടെ, ദൂർത്തൊന്നും പാടില്ല, കല്യാണത്തിലേക്ക് എന്തൊക്കെയോ ദൂർത്താണ്, ഒന്നിനും പങ്കെടുക്കാൻ പറ്റാത്തൊരവസ്ഥ വരികയാണ്. വലിയ സങ്കടം. വേറെ കുറെ സന്ദർഭങ്ങളുണ്ട്. നിക്കാഹൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് പള്ളിയിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങുമ്പോ ചില സ്ഥലത്തൊക്കെ മുന്നിൽ അങ്ങോട്ട് വെടിപൊട്ടാണ്. ദീനിനോട് മത്സരം. ചെറുപ്പക്കാരെ കയ്യിൽ കുറച്ച് പൈസ വന്നപ്പോ അവര് പറയണം, ഞങ്ങളെ തടഞ്ഞു നിർത്താൻ ആരാണ്? ആരും തടഞ്ഞു നിർത്തൂല. പഠിച്ചോ ചോദിക്കുമ്പോ മറുപടി അറിഞ്ഞാൽ മതി. അവിടെ ആരും എന്നെ എതിർക്കാനോ വടിയുണ്ടോന്ന് അടിക്കാനോ തല്ലാനോ ഒന്നിനുമില്ല. പറയാനേ ഉള്ളൂ, കേൾക്കുന്നവർ കേൾക്കും. ഉപദേശം എപ്പോഴും അങ്ങനല്ലേ? എല്ലാവർക്കും അത് ഫലിക്കൂല, ഈമാനുള്ളവർക്ക് ഫലിക്കുള്ളൂ. ഈമാനുള്ളവർക്ക് വാദ ഫലിക്കുള്ളൂ. അത് ഈ വാദം എന്നല്ല, കേൾക്കുന്ന ഏത് വാദവും അങ്ങനെ തന്നെയാ, പറയുന്ന ഏത് വാദവും അങ്ങനെ തന്നെയാ. അത്രേ ഉള്ളൂ. അതൊരു പക്ഷെ 100-ൽ 1 ഉണ്ടാവും, ചിലപ്പോ 100-ൽ 1/2 ഉണ്ടാവും. ആരാന്നാണ് മനസ്സിലായി? ബുലുഗത്താത്ത ആള് അത്ര ഉണ്ടാവും, അത്ര ഉണ്ടാകൂല, അതിലപ്പുറം ഉണ്ടാകൂല, ഉണ്ടാവും തോന്നുന്നില്ല, അത്ര ഉണ്ടാവുള്ളൂ. ഈമാനുള്ളവർക്ക് അത് ഫലിക്കും. ദൂർത്തും ആർഭാടത്തിൽ ഒറ്റ സംഖ്യ ചെലവഴിച്ചതിന്റെ പേരിൽ അള്ളാഹുവിന്റെ മുന്നിൽ തലകണിക്കേണ്ട, കൈകടിക്കേണ്ട ഒരു അവസ്ഥ ഒരു ഉപ്പക്കുണ്ടാകരുത്. ഇസ്രാഫിലായിട്ട് പണം ചെലവഴിക്കരുത്. ചെലവഴിക്കുകയാണെങ്കിൽ നല്ല മാർഗത്തിൽ മാത്രം ചെലവഴിക്കണം. നല്ല മാർഗത്തിലൂടെ സംഭരിക്കണം, നല്ല മാർഗത്തിലൂടെ ചെലവഴിക്കണം. ഒരൊറ്റ സംഖ്യ പോലും അനാവശ്യമായ രൂപത്തിൽ ചെലവഴിച്ചതിന്റെ പേരിൽ പടച്ചോന്റെ അടുത്തുന്ന ചോദ്യത്തിന് ഉത്തരം പറയാതെ കുടുങ്ങുന്നൊരവസ്ഥ ഉണ്ടാകരുത്. എപ്പോഴും ശ്രദ്ധിക്കണം, എപ്പോഴും സൂക്ഷിക്കണം ആ വിഷയം.